ഇതുപോലൊരു അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ലൈഫിൽ വന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തീർന്ന് നമ്മൾ ഇതേപോലുള്ള ഈ പ്രായത്തിൽ ഈ ഒരു മനുഷ്യൻ പിടിച്ചേക്കണവരൊന്നും നമ്മളൊന്നും പിടിച്ചേക്കൂല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാത്ത തെറ്റിന് ഒരു വർഷത്തോളം അകത്ത് കിടക്കുക. അതും പോക്സോ കേസിന്. ഞാൻ ഈ ഒരു വീഡിയോ സത്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖവും ചിരിയും പാവം കാണുമല്ലോ, അത്രയും എന്തോ തോന്നണം ഈ ഒരു വ്യക്തിക്ക്. കാരണം ഒരു വ്യക്തിയെ ബലിയാടാക്കി രക്ഷപ്പെടാൻ വേണ്ടി, അതായത് ആൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധം വീട്ടിൽ പറയാതിരിക്കാൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായ സ്കൂൾ സെക്യൂരിറ്റി ജീവനക്കാരനായ ഈ ഒരു വ്യക്തി പോക്സോ, അതായത് പീഡനത്തിന് ഇരയാക്കി ഗർഭിണിയാക്കി എന്നുള്ളൊരു കംപ്ലൈന്റ് കൊടുക്കുക. ഇത്രയും വലിയ കംപ്ലൈന്റ്, ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടു നോക്കി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ജീവിതത്തിൽ ചതിയെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ബുദ്ധിമോശം വന്നുകൊണ്ട് അവൾ അങ്ങനെ എന്റെ പേര് പറഞ്ഞു, അല്ലാതെ അവൾ മനഃപൂർവ്വം പറയും. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. നവംബർ 8 തീയതി പോലീസ് വന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ചേട്ടനോട് കുറ്റം ചെയ്തോന്ന് ചോദിച്ചോന്നു. ആദ്യ സംഭവം ഞാനൊരു പോലീസ് അത് തന്നെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം. അവസ്ഥയാണ്. പരാതിയില്ല, പരിഭവമില്ല, ആരോടും സങ്കടമില്ല. അദ്ദേഹത്തിന് അറിയുന്നവർക്ക് അദ്ദേഹത്തിന് അറിയാം, കുറ്റപ്പെടുത്തിയവരുണ്ട് എന്തോരം പേര് വീട്ടിലും നാട്ടിലും കുടുംബക്കാരും എല്ലാവരും മുന്നിലും. അതും ഈ ഒരു പ്രായത്തിൽ പോക്സോ ആ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പ്രായം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കുറ്റപ്പെടുത്തും. ഒരുപാട് പേര് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു മനുഷ്യനെ. പക്ഷേ ഇത് ആരും ചെറിയ കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തത് ഒരു 10,000 ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്തേണ്ട മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അദ്ദേഹം നിരപരാധിയാണെന്നുള്ള ഒരു കേസ് ഉണ്ടല്ലോ, ഒരാളും പങ്കുവയ്ക്കില്ല. കാരണം എന്താ, അവിടെ തെറ്റില്ല, തെറ്റ് തിരുത്തപ്പെട്ടു, പിന്നെ ആരും അറിയണ്ട. എന്റെ പൊന്നു, ആ ചെയ്തവരെയൊക്കെ ഫേസിന്റെ മുമ്പ് കൊണ്ടുവരണം ഞാൻ പറയുള്ളൂ. ചെയ്തവരെയൊക്കെ ഫേസ് ഉണ്ടല്ലോ, അപ്പൊ തന്നെ റിവീൽ ചെയ്തോളും ഈ രണ്ടുപേര്. ഇയാൾ അനുഭവിച്ചതിന്റെ ഒരു പാതിങ്ങളെ അനുഭവിക്കണ്ടേ.